ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാരിക്കേച്ചർ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പം ഫുള്ള് സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഫ്രെയിം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പേജിൽ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം നമ്മൾ ഗീവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അതിൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ കാലി ആർട്സ് ഗാലറി ഫോളോ ചെയ്തിരിക്കണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം കമൻറ്റ് വഴിയാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ ട്യൂൺമി എന്ന് പറയുന്നൊരു ആപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയി വരുമ്പം ഇങ്ങനെ ഒരു ഫേസ് ആണ് വരുന്നത്. ഇതിൻ്റെ താഴെ ട്യൂൺ എഫക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൽ ഏത് എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു എഫക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ കാണുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോയാണോ ഈ ഒരു എഫക്റ്റിലാക്കേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ താഴോട്ടൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആഡുണ്ട്. ആഡ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എഫക്റ്റ് ആയിട്ട് വരും. അത് കഴിയുമ്പോൾ മണ്ടയ്ക്കുള്ള 3 ഡോട്ട്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ട് ട്യൂൺമി എന്ന് സെലക്ട് ചെയ്യുക. ആ പിക്ക് നേരിട്ട് നമ്മുടെ ഗാലറിയിൽ അപ്ലോഡ് ആവുന്നതാണ്. ഇതുപോലെ ഞാൻ എല്ലാ ഫോട്ടോസും ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ വേണ്ടി ഞാൻ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ അവിടെ സെർച്ച് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ വരും. അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ഇമേജാണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കേണ്ടത് ആ ഇമേജ് കൊടുത്തു കഴിയുമ്പോൾ അത് നേരിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കും. അതിൻ്റെ താഴെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും. അങ്ങനെ ഞാൻ എല്ലാ ഫോട്ടോസും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ക്യാൻവ ആണ്. ക്യാൻവയിൽ സെർച്ച് ചെയ്തിട്ട് A4 ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് വരും. അതിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ റിമൂവ് ആക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ആക്കി വെച്ച, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി വെച്ച ഫോട്ടോസൊക്കെ നമുക്ക് ഒന്നുകിൽ അപ്ലോഡ്സ് വഴി അല്ലെങ്കിൽ നമ്മുടെ ഗാലറി വഴി നമുക്ക് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ്സ് വഴി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫോട്ടോസും ഞാൻ അപ്ലോഡ്സ് വഴി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പം അത് നമ്മുടെ ബ്ലാങ്ക് പേജിനകത്തിൽ അപ്ലോഡ് ആവും. എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഏറ്റവും മുകളിൽ കുറച്ച് വലുതാക്കി വെക്കണമെന്ന്. ഇനി നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയോ വലുതോ ചെറുതാക്കിയോ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും വെക്കാം. പിന്നെ കസ്റ്റമർ ഇതിൻ്റെ കൂടെ വെക്കാൻ ഒരു ക്യാപ്ഷനും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മലയാളം ക്യാപ്ഷനായാലും വെക്കാം. അപ്പം ഞാൻ കസ്റ്റമർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ കസ്റ്റമറോട് ഓക്കെ ആണോ ചോദിച്ചിട്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. ഫോട്ടോയുടെ സൈസ് അനുസരിച്ച് ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്ഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.